മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സേഫ്റ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ്. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട, മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി. ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ മുൻ നിലപാടിൽ മാറ്റമില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പണ്ട് എന്തായിരുന്നു പിണറായി സഖാവ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് സഖാവ് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്നത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. കള്ളപ്പന്നി. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. നിനക്കറിയാം, ഈ സാമാന്യം നിനക്കറിയാം. ഇനി ആരും സൂത്രം കാണിച്ചാ. മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. അന്ന് പറഞ്ഞതൊന്ന്, ഇന്ന് പറയുന്നത് വേറെ. ഇങ്ങനെ ഒരു മുഖ്യനെയാണല്ലോ നമുക്ക് കിട്ടിയത്. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. ഭരണം കിട്ടുന്നതിന് മുമ്പും ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട. മന്ത്രിയും പരിവാരങ്ങളും എല്ലാരും കൂടിയും കൂടും കുടുക്കി എടുത്തിട്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ ഒരു റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഭരിച്ചോ. അയ്യോ, എന്താണ് ഇന്നല്ലേ പുതിയ ഹോട്ടലിലെ ശശാങ്കന്റെ കല്യാണം? അവന്റെ കല്യാണ ഷർട്ട് കടയിലിരിക്കുക. ഞാനത് എടുത്തു കൊടുത്തിട്ട് വേഗം വന്നേക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം.